Solid waste management. Solid waste is the waste in solid form that is rejected. ഉപേക്ഷിക്കപ്പെട്ട ഖരാവസ്ഥയിലുള്ള വേസ്റ്റിനെയാണ് സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്. It is that material which arises from various human activities and which is normally discarded as useless or unwanted. പലപ്പോഴും പല ഉപയോഗശൂന്യമായിട്ടുള്ള ഉപയോഗത്തിന് ശേഷം ബാക്കി വരുന്ന ഒരാവശ്യമില്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വേസ്റ്റ് എന്ന് പറയുന്നത്. So the quantities of solid waste are increasing throughout the world. According to 2001 census, per capita waste generation in India is 0.5 kilogram per day, and this quantity is on increasing. സ്വാഭാവികമായും സോളിഡ് വേസ്റ്റിന്റെ അളവ് ഇന്ന് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും 2001 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ശരാശരി ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തെ വേസ്റ്റ് ജനറേഷൻ പറഞ്ഞാൽ 1/2 കിലോ. അതിന്റെ ആ ക്വാണ്ടിറ്റി അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ വർദ്ധിക്കുന്ന ഒരു പ്രവണതയാണ് കാണിക്കുക. എന്ന് പറഞ്ഞാൽ സോളിഡ് വേസ്റ്റിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. Now let us find out what are the sources of solid waste. പ്രധാനപ്പെട്ട സോളിഡ് വേസ്റ്റ് സോഴ്സ് എന്തെല്ലാമാണ്? ഒന്ന് ഹൗസ് ഹോൾഡാണ്. The solid waste from households include polythene bag, plastic bottles, broken glass pieces, furnishing material, waste paper, old clothes, vegetable waste, meat and fish waste, etc. നമുക്കറിയാം നമ്മുടെ വീടുകളിലുള്ള മാലിന്യം എന്തൊക്കെയുണ്ട്. അവിടെ പ്ലാസ്റ്റിക് ബാഗ് ഉണ്ടാകാം, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടാകാം, അല്ലെ, പൊട്ടിയ ഗ്ലാസുകൾ ഉണ്ടാകാം, ഫർണിച്ചറിന്റെ പൊട്ടിയ പീസ് ഉണ്ടാകാം, വേസ്റ്റ് പേപ്പർ ഉണ്ടാകാം, പഴയ തുണികൾ ഉണ്ടാകാം, അല്ലെ, പച്ചക്കറിയുടെ വേസ്റ്റ് ഉണ്ടാകാം, ഉപയോഗിച്ച മീനിന്റെയും മറ്റ് മാംസത്തിന്റെയൊക്കെ അവശിഷ്ടം, ഇതൊക്കെ അടങ്ങുന്നതാണ് വീടുകളുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇൻഡസ്ട്രീസ് ആണ്. ഇറ്റ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഡിഫറെന്റ് ഇൻഡസ്ട്രീസ് ഡിസ്ചാർജ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഓൾറെഡി കണ്ടതാണ്, മറ്റ് യൂണിറ്റുകൾ കണ്ടു എന്താണ് ഇൻഡസ്ട്രീസ് പുറന്തള്ളുന്ന വേസ്റ്റിനെ കുറിച്ച്. അപ്പോൾ ഓരോ വ്യവസായശാലകളും അനുദിനം പുറന്തള്ളുന്നത് ധാരാളമായി സോളിഡ് വേസ്റ്റ് പുറന്തള്ളുന്നുണ്ട്. അത് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. മൂന്ന്, commercial establishments. The solid waste generated from commercial establishments included packing materials, paper, discarded organic and inorganic goods, etc. നമ്മുടെ വാണിജ്യ സ്ഥാപനങ്ങൾ വേസ്റ്റ് പുറന്തള്ളുന്നതിൽ ഒട്ടും പിന്നിലല്ല. അവിടെ എന്തൊക്കെ ഉണ്ടാവുക? അവിടെ പാക്കിംഗ് മെറ്റീരിയൽസിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടാകാം, പേപ്പറിന്റെ ഉണ്ടാകാം, ഉപേക്ഷിക്കപ്പെട്ട ചില വസ്തുക്കൾ ഉണ്ടാകാം. അങ്ങനെയുള്ളതൊക്കെ കൂടി ചേരുന്നതാണ് എന്താ അവരുടെ വേസ്റ്റ് എന്ന് പറയും. മറ്റൊന്ന് കൺസ്ട്രക്ഷൻ സൈറ്റ് ആണ്. Demolition and construction activities generate huge amount of solid waste. നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ എന്താണ് പഴയ ബിൽഡിങ്സ് പൊളിച്ചു മാറ്റുമ്പോഴൊക്കെ ധാരാളമായ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ മണ്ണിനെ അംഗീകരിക്കും. മറ്റൊന്ന് അഗ്രികൾച്ചറാണ്. സോളിഡ് വേസ്റ്റ് ഫ്രം അഗ്രികൾച്ചർ ഇൻക്ലൂഡ്സ് ക്രോപ്പ് വേസ്റ്റ്, paddy and wheat straw, rice husk, forest waste like sawdust, clippings, etc. and agro industry waste. അപ്പോൾ അഗ്രികൾച്ചറെ കുറിച്ച് പറയുമ്പോൾ കാർഷിക മേഖലയുടെ വേസ്റ്റുകളാണ്. അപ്പോൾ നമ്മൾ വിളവ് എടുത്തതിന് ശേഷം വരുന്ന നെല്ലിന്റെയും പിന്നെ ഗോതമ്പിന്റെയും വൈക്കോല്, നെല്ലിന്റെ പിന്നെ അതിന്റെ തൊണ്ട്, അതായത് ഉമ്മി എന്നൊക്കെ പറയും. അതുപോലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട അറക്കപ്പൊടി അല്ലെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ, പിന്നെ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ വേസ്റ്റ്, ഇതൊക്കെ കൂടി ചേർന്നതാണ് അഗ്രികൾച്ചർ വേസ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ആനിമൽസ് ആണ്, മൃഗങ്ങളാണ്. These include dung, skin, skeleton, etc. of the animals. കന്നുകാലിയുടെ ചാണകം, അതിന്റെ തോല്, അതിന്റെ എല്ല്, ഇതൊക്കെയാണ് സോളിഡ് വേസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയുന്ന, അതിലേക്ക് വരുന്ന ആനിമൽ ഘടകങ്ങൾ. ഓക്കെ. മറ്റൊന്ന് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ്. These include expired drugs, disposable syringes, surgical dressing materials, cotton waste, bandages, ഹ്യൂമൻ എക്സ്ക്രീറ്റൻസ് അല്ലെ. മറ്റൊരു സോളിഡ് വേസ്റ്റിന് പ്രധാനപ്പെട്ട ഉറവിടമാണ് നമ്മുടെ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും. അവിടെ പഴയ മരുന്നുകൾ, പഴയ എക്സ്പയർഡായ മരുന്നുകൾ ഉണ്ടാകാം, ഉപയോഗശൂന്യമായ സിറിഞ്ചുകൾ ഉണ്ടാകാം, സർജറിക്ക് ഉപയോഗിച്ച ഡ്രസ്സിംഗ് മെറ്റീരിയൽസ് ഉണ്ടാകാം, കോട്ടൺ വേസ്റ്റ് ഉണ്ടാകാം, ബാൻഡേജ് ഉണ്ടാകാം, മനുഷ്യന്റെ വിസർജ്യം, ഇതൊക്കെ ഇറങ്ങുന്നതാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറയുന്നത്.
ഇതെല്ലാമാണ് എന്ന് പറയുന്നത് സോളിഡ് വേസ്റ്റിന്റെ സോഴ്സ് എന്ന് പറയും. ഓക്കെ, താങ്ക് യു.